മുൻനിര ഗായകരെയും പുതുമുഖ ഗായകരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് പുതിയ സംഗീതാനുഭവം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജയചന്ദ്രൻ തന്റെ സംഗീത ജീവിതത്തിൽ മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. തന്റെ 78-ാം വയസ്സിൽ സംഗീത സംവിധായകൻ ആയതിന്റെ സന്തോഷം കൂടി പങ്കിട്ടുകൊണ്ടാണ് എക്കാലത്തെയും മഹാനായ സംഗീതജ്ഞൻ യാത്രയാകുന്നത്. അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ ഒരുക്കിയ നീലിമേ എന്ന പാട്ടാണ് അദ്ദേഹം സംഗീതം നൽകി നടി മഞ്ജു വാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ 78-ാം പിറന്നാൾ ദിവസമാണ് ഗാനം റിലീസ് ചെയ്തത്. മറ്റൊരു ഗാനത്തിന്റെ റെക്കോർഡ് സമയത്ത് ഇടവേളയിലാണ് തനിക്ക് ഈണം ഇടാൻ ഒരു പല്ലവി കുറിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് പിന്നീട് ഒരു മുഴുനീള ഗാനമായി മാറുകയാണ് ചെയ്തത്. ഗാനത്തിന്റെ ദൈർഘ്യം എഡിറ്റ് ചെയ്തത് സംഗീത സംവിധായകൻ വിജിപാലാണ്. സംഗീത സംവിധായകൻ റാം സുരേന്ദർ ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരുന്നു. വൈബ്സ് മീഡിയയാണ് ഗാനം യൂട്യൂബിൽ റിലീസ് ചെയ്തത്. ഗാനത്തിന്റെ പിന്നണിക്കായി ഫ്ലൂട്ട്, സാക്സഫോൺ എന്നിവ റിസനും തബല ശിവനും വായിച്ചിരുന്നു. സുന്ദറാണ് സൗണ്ട് എഞ്ചിനീയർ. ഗാനത്തിന്റെ വിഷ്വൽ എഡിറ്റിംഗ് നിർവഹിച്ചത് രാംദാസ് ആണ്. പോസ്റ്റേഴ്സ് ആൻഡ് ടൈറ്റിൽ ജയറാം രാമചന്ദ്രൻ. ഗാനം പുറത്തു വന്നതിന് പിന്നാലെ BJ ഹരിനാരായണനും പാട്ടിനെപ്പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മലയാളികളുടെ ഭാവഗായകൻ P. ജയചന്ദ്രന് കലാകേരളം ശനിയാഴ്ച വിട നൽകും. സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച ചേന്നമംഗലത്ത് വച്ച് നടക്കും. ഇന്ന് രാവിലെ 9:30 മൃതദേഹം പൂങ്കുന്നത്ത് ചക്കാമുക്ക് തോട്ടേക്കാട് ലൈൻ തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 12 മണി മുതൽ സംഗീത അക്കാദമി ഹാളിൽ പൊതുദർശനം നടത്തും. മറ്റന്നാൾ 11-ാം തീയതി രാവിലെ 9 മണി മുതൽ ചേന്നമംഗലം പാലിയം തറവാട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 7:54-നാണ് മരണം സ്ഥിരീകരിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. 9 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു ആശുപത്രി വിട്ടത്. അതിനുശേഷമാണ് വീട്ടിൽ വച്ച് മരണപ്പെട്ടത്. എന്തായാലും കലാകേരളം അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ആരാധകരും സംഗീത ആസ്വാദകരുമെല്ലാം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്.